മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണീശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നോമ്പിന്റെ ദിവസങ്ങളില് ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ ആ പിറവി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് മാറുന്നതിന് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഈശോയുടെ വചനം ധ്യാനിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് കൃപയുടെയും അനുഗ്രഹത്തിന്റെയും ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങൾ മാറട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് യോഹന്നാൻ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നത് നമ്മൾ കാണുകയാണ്. മാനസാന്തരപ്പെടുവിൻ, വളഞ്ഞ വഴികള് നേരെയാക്കുവിൻ, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ എന്ന് യോഹന്നാൻ മാന്താന ജനക്കൂട്ടത്തോട് വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിറവി തിരുനാള് അനുഭവമായിട്ട് മാറണമെങ്കിൽ ഈശോ നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു മാനസാന്തരത്തിന്റെ വഴിയുണ്ടാവണം. ജീവിതത്തിന്റെ വഴികൾ നേരെയാവണം. കർത്താവിന് വഴി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കണം. പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് വേണ്ടി നമ്മുടെ വഴികളൊക്കെ നമ്മൾ ഒരുക്കും. ആ വഴികൾ എല്ലാം അടിച്ച് വൃത്തിയാക്കും. വഴിയിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈശോനാഥൻ നമ്മുടെ ജീവിതത്തിന്റെ നാഥനാണ്, നമ്മുടെ കുടുംബത്തിന്റെ നാഥനാണ്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും ഉയർത്തുന്നവൻ ക്രിസ്തുവാ. ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്കുള്ള, നമ്മുടെ കുടുംബത്തിലേക്കുള്ള വഴികൾ നമ്മൾ ഒരുക്കണം. ആ വഴിയിൽ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആ വഴി കുണ്ടും കുഴിയുമായിട്ടാണോ കിടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ തടസ്സം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാനായിട്ട്, അവിടുത്തെ കൃപകൾ നമ്മിലേക്ക് ഒഴുകുന്നതിന് വേണ്ടിയിട്ട് പാപത്തിൻ്റെതായ ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ മാറ്റി നമ്മുടെ വഴി ഒരുക്കണം. കുണ്ടും കുഴിയും, ജീവിതത്തിന്റെ താഴ്ച, അപജയങ്ങള്, ജീവിതം ഇന്ന് താഴ്ന്നു കിടക്കുന്ന നമ്മുടെ സ്വഭാവത്തില്, നമ്മുടെ പെരുമാറ്റങ്ങളിലൊക്കെ ഒരു താഴ്ച, ഒരു അധപ്പതനം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതൊക്കെ മാറ്റി ആ കുണ്ടും കുഴിയും നേരെയാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതെല്ലാം ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ജീവിതത്തിന്റെ അപജയങ്ങള്, ജീവിതത്തിന്റെ തകർച്ചകള്, ജീവിതത്തിലെ പാപ അവസ്ഥകള്, ഇവയെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ മാത്രമേ കർത്താവിന് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂവെന്ന് നമ്മൾ തിരിച്ചറിയണം. കർത്താവിന്റെ പാത നേരെയാക്കുവിൻ. വക്രതയാർന്ന ജീവിതം, വളഞ്ഞ വഴികള്, ഇതിന്റെ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ അതിനെ വിട്ട് നന്മയുടെയും വിശുദ്ധിയുടേതുമായിട്ടുള്ള നേരെ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് മാനസാന്തരത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലത്തിന്റെ ജീവിത വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വഴികളെ പുതിയതാക്കി മാറ്റുക, ഇത് കൃപയുടെയും അനുഗ്രഹത്തിന്റെയും ജീവിതമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കൃപ എന്നിലേക്ക് വർഷിക്കണമേ. നമുക്ക് പരിശ്രമിക്കാം ജീവിതത്തിന്റെ വഴികളെ നേരെയാക്കാൻ. കരങ്ങളെ യാചനയോടെ പിടിച്ച് കർത്താവിന് മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും വിട്ടുകൊടുക്കാം. മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കാനുള്ള കൃപ നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലണമേ. ഈ ദിവസം മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമേ. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കൃപ ഇവരിലേക്ക് ഒഴുകുന്നതിന് തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം ഈ ദിവികാരുണ്യത്താൽ ഇപ്പോൾ നിർവീര്യമായി തീരട്ടെ.
ഇവരുടെയൊക്കെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.